നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വാവ്, ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെൻറ്റ്സ്. ഹുലിൻ അൽവാരസ് ടു FC ബാഴ്സലോണ എന്നുള്ള ആ ട്രാൻസ്ഫർ സാഗ അല്ല ട്രാൻസ്ഫർ നോവൽ അതിൻ്റെ എൻഡോടടുക്കുമ്പോൾ കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് മാറുകയാണ്. ജോൽ ലാപ്പോർട്ടയുടെ പ്രസ്താവന നമ്മൾ വീഡിയോ ചെയ്തല്ലോ. അതായത് ഞങ്ങൾ റെഡിയാണ് ഹുലിയനെ വാങ്ങാൻ, അത്ലറ്റിക്കോ അവനെ വിൽക്കാൻ തയ്യാറെടുക്കാൻ ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ റെഡിയാണ് അവനെ വാങ്ങാൻ എന്ന് അദ്ദേഹം പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയോട് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് പ്രതികരിച്ചിരിക്കുന്നു. മാർക്ക അദ്ദേഹത്തിൻ്റെ പ്രസ്താവന റിപ്പോർട്ട് ചെയ്യുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്രസ്താവന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോയും അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ ലാപ്പോർട്ട വേർഡ്സ് ഓൺ ഹുലിൻ അൽവാരസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫബ്രീസിയോ മാർക്കയെ കോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇവിടെ പ്ലെയർ വിക്ടിമൈസ്ഡ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് പ്ലെയറെ. പക്ഷേ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരേ ഒരു വിക്ടിമേ ഉള്ളൂ ഹൂലിയൻ കേസിൽ, അത് ഞങ്ങളാണ്, അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന ഈ ക്ലബ്ബാണ്. ബാഴ്സലോണ ഞങ്ങളെ ഇക്കണോമിക്കലി ഹാം ചെയ്തു, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അതുപോലെ തന്നെ സോഷ്യലി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. 0% ചാൻസാണ് അവനെ ബാഴ്സലോണയിലേക്ക് വിൽക്കാൻ. 0% ചാൻസാണ്. ഈ സിറ്റുവേഷൻ പണവുമായി ബന്ധപ്പെട്ടതല്ല, ഇത് ഡിഗ്നിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ദർ ഈസ് 0% ചാൻസ് ഓഫ് സെല്ലിംഗ് ടു ബാഴ്സ. തീർച്ചയായിട്ടും ഇവിടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നു. ഒരുപാട് കള്ളങ്ങൾ കൊണ്ടൊരു ക്യാമ്പയിന്, അർദ്ധസത്യങ്ങൾ കൊണ്ടൊരു ക്യാമ്പയിന്. ദി ഓൺലി വൺ ഹൂ പേസ് ഫോർ ദിസ് ഈസ് അത്ലറ്റിക്കോ. ഞങ്ങൾ മാത്രമാണ് ഇതിൽ സഫർ ചെയ്യുന്നത് എന്ന് തന്നെ കൃത്യമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് പ്രസ്താവന ഇറക്കിയതായിട്ട് ഇപ്പോൾ ഇതാ റിപ്പോർട്ട് ചെയ്യുന്നു. മാർക്ക അവർ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസിയോ റൊമാനോയും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ കൂടുതൽ വിവരങ്ങൾ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് വിശ്വസിക്കുന്നത് വലിയൊരു പ്രഷറാണ് ഹുലിൻ അൽവാരസിൻ്റെ മേൽ FC ബാഴ്സലോണ ഇടുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ താരം ഇപ്പോൾ ട്രെയിനിങ്ങിന് പോലും തയ്യാറാവുന്നില്ല, അസുഖമാണ് എന്നാണ് ക്ലബിൻ്റെ മെഡിക്കൽ സ്റ്റാഫിനെ അറിയിച്ചിട്ടുള്ളത്. ഇത് ഹിദാൽഗോയും FC ബാഴ്സലോണയും ചേർന്നിടുന്ന പ്രഷറിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് എന്നുള്ളതാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് കരുതുന്നത്. അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫിഫയിലും RFEFലും ഓൾറെഡി കേസ് നടക്കുന്നുണ്ട്. ആ കേസിൽ ഇതൊരു എവിഡൻസ് ആയിട്ട് ആഡ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് ഹുലിയൻ്റെ മേൽ ബാഴ്സലോണ ഇട്ടിട്ടുള്ള പ്രഷറിൻ്റെ പരിണിത ഫലമാണ് ഈ ഒരു അസുഖം പോലും എന്നാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് കരുതുന്ന. ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിലാണ് ഇത്തരത്തിൽ അവർ നിരീക്ഷണത്തിലേക്ക് പോകുന്നത്. സോ ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള ആ ഒരു വടംവലി, ആ ഒരു പ്രശ്നം അത് കൂടുതൽ വഷളാവുന്ന മട്ടാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.